أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وأقسموا بالله جهد أيمانهم لئن أمرتهم ليخرجن قل لا تقسموا طاعة معروفة إن الله خبير بما تعملون. അല്ലാഹുൽ അദീം. സൂറത്തുൽ നൂർ 53. വഖസമു, അവർ ആണയിട്ട് പറയുകയും ചെയ്തു, ബില്ലാഹി, അള്ളാഹുവിനെ കൊണ്ട്, അഥവാ അള്ളാഹുവിൽ സത്യം ചെയ്തു, ജഹ്ദ ഐമാനിഹിം, വാക്കിന്റെ അർത്ഥം വലങ്കൈ അധ്വാനിച്ചുകൊണ്ട്, വലങ്കൈകൾ പരിശ്രമിച്ചുകൊണ്ട് എന്നാണ്. പക്ഷെ അതൊരു പ്രയോഗമാണ്, ഉറപ്പിച്ച്, ദൃഢമായി എന്നൊക്കെ അർത്ഥത്തിലാണ്. അഥവാ ശപഥം ചെയ്തതിനെ ഒന്ന് ഉറപ്പിക്കാൻ വേണ്ടി പറയണതാണ്. നമ്മൾ മലയാളത്തിൽ വായം പൊളിച്ചു നോക്കി നിന്നു എന്നൊക്കെ പറയും. നോക്കി നിന്നു എന്ന് പറഞ്ഞാൽ മതി. പിന്നെ ഈ വായം പൊളിച്ചു എന്ന് പറഞ്ഞത് എന്തിനാ? അല്ലെങ്കിൽ കണ്ണു തുറിച്ചു നോക്കി എന്ന് പറഞ്ഞാൽ മതി. പക്ഷെ അതിനൊരു ബലം കൂട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ അറബിയിൽ പ്രയോഗിക്കുക. അഖ്സമു ബില്ലാഹി ജഹദ ഐമാനിഹിം, അവർ അള്ളാഹുവിന്റെ പേരിൽ വളരെ ബലമായി സത്യം ചെയ്യുകയും ചെയ്തു. എന്താണ് സത്യം ചെയ്തത്? ലഇൻ അമർത്തുഹും, താങ്കൾ അവരോട് കൽപ്പിക്കുകയാണെങ്കിൽ, ലയഖ്റുജുന്ന, അവർ പുറപ്പെടുക തന്നെ ചെയ്യുമെന്ന്. ഖുൽ, നബിയെ താങ്കൾ പറഞ്ഞേക്കൂ, ലാ തുഖ്സിമു, നിങ്ങൾ സത്യം ചെയ്യേണ്ട, താഅത്തുൻ, അനുസരണം, മഅറൂഫത്തുൻ, അറിയപ്പെട്ടതാണ്, ഇന്നല്ലാഹ, നിശ്ചയം അല്ലാഹു, ഖബീറുൻ, സൂക്ഷ്മമായി അറിയുന്നവനാണ്, ബിമാ തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ സംബന്ധിച്ച്. മുകളിൽ 46-ാമത്തെ ആയത്തിൽ ലഖദ് അൻസൽന ആയാത്തി മുബയ്യിന വയഖൂലൂന ആമന്നാ ബില്ലാഹി, 47-ാമത്തെ ആയത്തിൽ വയഖൂലൂന ആമന്നാ ബില്ലാഹി വബിർ റസൂലി വഅതഅന, അള്ളാഹുവിനെയും റസൂലിനെയും ഞങ്ങൾ അനുസരിക്കുമെന്നവർ പറയുന്നു, വിശ്വസിച്ചിരിക്കുന്നു എന്നും, വഅതഅന, ഞങ്ങൾ അനുസരിക്കുമെന്നും അവർ പറയുന്നു. സുമ്മ യതവല്ല ഫരീഖും മിൻഹും ബഅദ ദാലിക മിൻ ബഅദി ദാലിക, അതിനുശേഷം അതിൽ നിന്നൊരു വിഭാഗം പിന്തിരിഞ്ഞു, വമാ ഉലൈക ബിൽ മുഅ്മിനീൻ, അവർ വിശ്വാസികളല്ല തന്നെ എന്ന് പറഞ്ഞിട്ടുണ്ട്. അഥവാ അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കാന്ന് പറയുകയും ആ നിലപാടിൽ നിന്ന് പിന്നോക്കം പോവുകയും ചെയ്ത മുനാഫിക്കുകൾ, അവർ ചെയ്യുന്ന വേറൊരു പണിയാണ് അതുപോലെ തന്നെ അനുസരിക്കാന്ന് പറഞ്ഞിട്ട് ലംഘിക്കുന്ന. അതാണ് ഇവിടെ പറയുന്നത്. അള്ളാഹുവിന്റെ മാർഗത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വല്ല യുദ്ധത്തിനോ ജിഹാദി പ്രവർത്തനങ്ങൾക്കോ ഒക്കെ പുറപ്പെടാൻ പറഞ്ഞാൽ അവര് ആണയിട്ട് പറയും, ഞങ്ങൾ എന്തായാലും വരുമെന്ന്. എന്നിട്ട് പറഞ്ഞതിന്റെ നേർ വിപരീതമാണ് പിന്നെ അവർ പ്രവർത്തിക്കുക. അതാണ് ഈ ആയത്തിന്റെ വിഷയം. അഖ്സമു ബില്ലാഹി ജഹദ ഐമാനിഹിം ലഇൻ അമർതഹും ലയഖ്റുജുൻ. ഖുർആൻ മറ്റു സ്ഥലത്തൊക്കെ അത് പറഞ്ഞിട്ടുണ്ട്. ഉദാഹരണമായിട്ട് സൂറത്തുൽ ഹശ്റിൽ ലഇൻ അഖ്റജ്തും ലനഖ്റുജന്ന മഅക്കും വലാ നുതിഉ ഫീകും അഹദൻ അബദ, നിങ്ങൾ പുറപ്പെടുകയാണെങ്കിൽ ഞങ്ങളും പുറപ്പെടും, നിങ്ങളുടെ കാര്യത്തിൽ ആരെയും അനുസരിക്കുകയില്ല എന്ന് അവര് യഖൂലൂന ലിഇഖ്വാനിഹിം അല്ലദീന കഫറൂ മിൻ അഹ്ലിൽ കിതാബി, നിഷേധികളായ ആളുകളോട് പറയുകയാണ്, നിങ്ങൾ യുദ്ധത്തിന് വരികയാണെങ്കിൽ ഞങ്ങളും വരും, അഥവാ നിങ്ങളുടെ കൂടെ ഞങ്ങൾ ഉണ്ടാകും എന്നാണ് പറയുന്നത്. വലൈൻ ഖൂതിൽതും ലനൻസുറന്നക്കും, ഞങ്ങൾ നിങ്ങളെ സഹായിക്കുക, നിങ്ങൾ യുദ്ധത്തിന് ഇടയാകുകയാണെങ്കിൽ സഹായിക്കും എന്ന് പറയുന്നു. വല്ലാഹു യശ്ഹദു ഇന്നഹും ലകാദിബൂൻ, അള്ളാഹു സാക്ഷ്യം വഹിക്കുന്നു, അവര് ശത്രുക്കളോടും നുണ പറയുകയാണ്. ലൈൻ ഉഖ്രിജു ലാ യഖ്റുജൂന മഅഹും വലൈൻ ഖൂതിലു ലാ യൻസുറൂനഹും, അവരാ പറഞ്ഞതൊന്നും ചെയ്യൂല. വലൈൻ നസറൂഹും ലയുവല്ലൂനൽ അദ്ബാറ സുമ്മ ലാ യുൻസറൂൻ, അവര് ശത്രുക്കളെ സഹായിക്കാൻ ചെന്നാൽ അവർക്ക് രക്ഷ ഉണ്ടാവില്ല എന്ന തരത്തിൽ സൂറത്തുൽ ഹശ്ർ 12 മുതൽ 11 വരെ ആയത്തുകളിൽ.
അങ്ങനെ ശത്രുക്കളോട് നുണ പറയണം പുറപ്പെടുന്നു. മുഅ്മിനീങ്ങളോടും നുണ തന്നെയാണ് പറയുന്നത്. മുനാഫിക്ക് എല്ലായിടത്തും മുനാഫിക്കായിരിക്കുമല്ലോ. യഹ്ലിഫൂന ലക്കും ലിതർലൗ അൻകും, സൂറത്ത് തൗബയിൽ അവർ നിങ്ങളോട് ശപഥം ചെയ്തു പറയുന്നു നിങ്ങളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി. സൂറത്തുൽ മുനാഫിഖൂനിൽ ഇത്തഖദു ഐമാനഹും ജുന്നത്തൻ, അവർ അവരുടെ ശപഥങ്ങളെ ഒരു പരിചയായിട്ടാണ് സ്വീകരിച്ചിട്ടുള്ളത്. അങ്ങനെ അവർക്കെതിരെ നേതൃത്വം തിരിയാതിരിക്കാൻ വേണ്ടി ഒരു നുണ പറഞ്ഞ് രക്ഷപ്പെടാനുള്ള ഒരു വഴിയായിട്ടാണ് അവർ ഈ ശപഥം ചെയ്യുന്നത്. അതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഫഖ്സമു ബില്ലാഹി ജഹദ ഈമാനിഹിം ലൈൻ അമർത്തഹും ലയഖ്റജൻ. പിന്നെ മുനാഫിക്കുകൾ നിഷേധികളോട് പറയുന്നു അവരുടെ കൂടെ യുദ്ധത്തിന് ചെല്ലാമെന്ന്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നു റസൂലുള്ള കൽപ്പിക്കുകയാണെങ്കിൽ എന്തായാലും യുദ്ധത്തിന് വരുമെന്ന് അവരോട് പറയണം. പിന്നെ അള്ളാഹു ഖുൽ ലാ തുഖ്സിമു തഅത്തുൻ മഅറൂഫ, പരിഹാസമായിട്ടാണെന്നാണ് പണ്ഡിതന്മാർ ഇതിനെ വിശദീകരിച്ചിട്ടുള്ളത്. അഥവാ നിങ്ങളങ്ങനെ ശപഥം ചെയ്ത് സത്യം ചെയ്ത് വല്ലാഹി പറഞ്ഞ് പറയൊന്നും വേണ്ട. പിന്നെ നിങ്ങളുടെ അനുസരണം അത് മഅറൂഫാണല്ലോ. അഥവാ നമുക്കറിയാലോ, നിങ്ങൾ മുമ്പ് ഇതുപോലെ പറഞ്ഞിട്ടുണ്ട്, മുനാഫിക്കുകൾ മുമ്പും ആദ്യമായിട്ടല്ല റസൂല് വിളിച്ചാ വരും എന്നൊക്കെ പറയുന്നത്. പക്ഷെ അതുകൊണ്ട് നിങ്ങളുടെ അനുസരണം നമുക്കറിയാലോ എന്ന അർത്ഥത്തിൽ പറഞ്ഞതാണ് എന്നാണ് ഇതിന്റെ ഒരു വ്യാഖ്യാനം. രണ്ടാമത്തെ വ്യാഖ്യാനം, അനുസരിക്കുമെന്ന് ഇങ്ങനെ ശപഥം ചെയ്ത് പറയണ്ട, അങ്ങ് അനുസരിച്ചാൽ മതി. അങ്ങനെയാണല്ലോ മുനാഫിക്കുകൾ കാണിക്കുന്ന പോലെ ആവശ്യമില്ലല്ലോ മുഅ്മിനുകൾക്ക്. അള്ളാഹും റസൂലും വിളിക്കുന്നു, ആ ശരി വരും, അത്ര തന്നെ ഉള്ളൂ. അതിന് ശപഥം ആവശ്യമില്ല. വിശ്വാസമില്ലാത്തൊരു കാര്യം ബോധ്യപ്പെടുത്താനാണ് ശപഥവും സത്യം ചെയ്യലും ഒക്കെ ആവശ്യമുള്ളത്. മുഅ്മിനീങ്ങളാണെങ്കിൽ അതിന്റെ ആവശ്യമില്ല. മുഅ്മിനാണെങ്കിൽ അതിന്റെ ആവശ്യം ഉണ്ടാവരുത്. പറഞ്ഞാൽ തന്നെ ബോധ്യപ്പെടണമല്ലോ. അതുകൊണ്ട് നിങ്ങൾ ശപഥം ചെയ്യേണ്ട ആവശ്യമില്ല, പകരം അങ്ങ് അനുസരിച്ചാൽ മതി, അത് മനസ്സിലാകും എന്ന് പറഞ്ഞതാണ് എന്നൊരു വ്യാഖ്യാനമുണ്ട്. രണ്ടായാലും ഫലം ഒന്ന് തന്നെയാണ്. അഥവാ നിങ്ങളുടെ അടുത്ത് നിന്ന് ശപഥം ചെയ്ത് ബോധ്യപ്പെടുത്തണമെന്നില്ല, അനുസരിച്ചാൽ തന്നെ ബോധ്യപ്പെടുമെന്ന് ആകാം. അല്ലെങ്കിൽ അവരുടെ അനുസരണം അവർ പറയുന്നത് വെറുതെയാണ്. സൂറത്തുൽ നിസാഇൽ പിന്നെ അവര് റസൂലുള്ളാഹിനോട് അനുസരിക്കാന്ന് പറഞ്ഞിട്ട് പിന്നെ അത് വിധിതീർപ്പിന്റെ കാര്യം തന്നെയായിരുന്നു മുകളിൽ പറഞ്ഞതുപോലെ. എന്നിട്ട് വൈദാ ബർസൂ മിൻ ഇൻദിക ബയ്യത ത്വായിഫത്തും മിൻഹും ഗൈറല്ലദീ തഖൂൽ, പറഞ്ഞതല്ലാത്ത കാര്യം ചെയ്യാൻ വേണ്ടി ഗൂഢാലോചന നടത്തുകയായിരുന്നു മുനാഫിക്കുകൾ ചെയ്ത്. ഇവിടെ കുറച്ചുകൂടി അപ്പുറത്ത് ഈ സൂറത്തിൽ തന്നെ പിന്നെ കള്ളത്തരം പറഞ്ഞു ഒഴിഞ്ഞു മാറുന്നവരെ കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഇത്തഖദു ഐമാനഹും ജുന്നത്തൻ എന്ന് പറഞ്ഞതുപോലെ ശപഥത്തെ ഒരു മറയായി സ്വീകരിച്ചിട്ട് മുനാഫിക്കുകൾ കാണിക്കുന്ന കള്ളത്തരങ്ങൾ. സൂറത്തുൽ മുനാഫിഖൂനിൽ അല്ലാഹു യഷ്ഹദു ഇന്നൽ മുനാഫിഖീന ലകാദിബൂൻ, മുനാഫിക്കുകൾ കള്ളം പറയുകയാണ് എന്ന് അള്ളാഹു സാക്ഷ്യം വഹിക്കുന്നു എന്ന് പറഞ്ഞല്ലോ. അതാണ് ഇവിടെ ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ, അള്ളാഹു നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതിനെ സംബന്ധിച്ച് സൂക്ഷ്മമായി അറിയുന്നവനാണ്. ഖബീർ എന്ന് പറഞ്ഞാൽ എല്ലാ വശങ്ങളും ആഴത്തിലും പരപ്പിലും അറിയുന്നു എന്നാണ്. ഖബർ ന്യൂസാണ്. ഒരു സംഭവം ന്യൂസ് എന്ന് പറയാൻ പറ്റില്ല. അതിനെക്കുറിച്ച് ചോദിക്കപ്പെടുന്ന എന്ത് സംഭവിച്ചു, എപ്പോൾ സംഭവിച്ചു, എവിടെ സംഭവിച്ചു, ആര് ചെയ്തു, എന്തുകൊണ്ട് സംഭവിച്ചു, എങ്ങനെ സംഭവിച്ചു, ഇങ്ങനെയുള്ള എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി ഉണ്ടാകുമ്പോഴാണ് ഒരു ന്യൂസ് പെർഫെക്റ്റ് ആകുക. എന്നതുപോലെ എല്ലാ വിശദാംശങ്ങളും അറിയുന്നു. ബിമാ തഅമലൂ, നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ സംബന്ധിച്ച്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിനെ ബോധ്യപ്പെടുത്താൻ വേണ്ടി നിങ്ങൾ ശപഥം ചെയ്ത് പറയുക, സത്യം ചെയ്യുകയൊന്നും വേണ്ടതില്ല. നിങ്ങളുടെ അനുസരണം ആത്മാർത്ഥമാണെങ്കിൽ അത് അള്ളാഹുവിനറിയാം. അല്ലെങ്കിൽ നുണ പറയുകയാണെങ്കിൽ അതും അള്ളാഹുവിനറിയാം. അതുകൊണ്ട് തന്നെ പിന്നെ മുനാഫിക്കുകൾ അവരുടെ പ്രവൃത്തി കൊണ്ടാണ് അവരുടെ നന്മ ബോധ്യപ്പെടുത്തേണ്ടത്. അല്ലാതെ അള്ളാഹുവിനെയും സൂറത്തുൽ ബഖറയിൽ അള്ളാഹുവിനെയും റസൂലിനെയും വഞ്ചിക്കുകയാണ്. അങ്ങനെ അള്ളാഹിനെ വഞ്ചിക്കലൊന്നും നടക്കാൻ പോകുന്നില്ല. പകരം ചെയ്യാന്ന് പറഞ്ഞത് അങ്ങ് ചെയ്താൽ മതി എന്നാണ്. ചില പണ്ഡിതന്മാർ ഇതിനില്ല യഖ്റുജുന്ന എന്നത് പിന്നെ ചെലവഴിക്കാൻ കൽപ്പിച്ചാൽ എന്തായാലും ചെലവഴിക്കും എന്ന് വ്യാഖ്യാനിച്ചത് കണ്ടു. അങ്ങനെയാണെങ്കിൽ തരാന്ന് പറയും, ഞാൻ ഇത്ര തന്നോളാന്ന് പറയും, പക്ഷെ തരൂല. കാരണം തരാൻ വേണ്ടി പറഞ്ഞതല്ല, ഉറപ്പായിട്ടും തരാന്നൊക്കെ പറഞ്ഞെങ്കിലും തരൂല. കാരണം അത് ഉള്ളിലുള്ളതല്ല പറഞ്ഞിരിക്കുന്നത്.
യഖൂലൂന ബിഅഫ്വാഹിഹിം മാ ലൈസ ഫീ ഖുലൂബിഹിം, അവരുടെ ഹൃദയങ്ങളിൽ ഇല്ലാത്തതാണ് അവർ വായ കൊണ്ട് പറയുന്നത്. അങ്ങനെ മുനാഫിക്കിന്റെ സ്വഭാവം പുറപ്പെടാന്ന് പറഞ്ഞാൽ പുറപ്പെടില്ല, അല്ലെങ്കിൽ തരാന്ന് പറഞ്ഞാൽ തരൂല്ല. ഇതായിരുന്നു എന്ന് ഇതാണ് എന്ന് അള്ളാഹു താല ചൂണ്ടിക്കാണിക്കുകയാണ്. അള്ളാഹു നിഫാഖിന്റെ എല്ലാ അംശങ്ങളിൽ നിന്നും നമ്മെ എല്ലാവരെയും ശുദ്ധീകരിക്കുമാറാവട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. اللهم علمنا ما ينفعنا وانفعنا بما علمتنا. ربنا زدنا علما وفهما ودقة ونظرا. اللهم اجعل القرآن ربيع قلوبنا ونور صدورنا وجلاء حزننا وذهاب همنا وغمنا. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. واغفر لنا يا غافر المذنبين. وصلى الله على محمد وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين والحمد لله رب العالمين.